മിനിഞ്ഞാന്ന് RC പറയുന്ന വാർത്തയായിരുന്നു കേരളത്തിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടുണ്ടോ എന്ന CPM-നകത്തെ ആശങ്കയെപ്പറ്റി. ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു തുടർഭരണ സാധ്യത ഉണ്ടാകുമോ എന്ന ആശങ്കയെപ്പറ്റി പറഞ്ഞു. ഏതാണ്ട് കൃത്യമായി തന്നെ ആക്സിസ് മൈൻഡയുടെ ഈ പറയുന്ന കമ്മ്യൂണിറ്റി വൈസ് വോട്ട് ഷെയർ നോക്കുകയാണെങ്കിൽ മുസ്ലിം വോട്ടുകളിൽ ഗണ്യമായി ഇടിവ് LDF ഉണ്ടാകുന്നു. 17% വർധന അത് UDF ഉണ്ടാകുന്നുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ വർധന ഉണ്ടാകുന്നു. ഇനി ഹിന്ദു വോട്ടുകളിൽ 8% വർധന UDF കിട്ടുന്നു. അങ്ങനെ 3 പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റികളും UDF വോട്ട് ഗെയിൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന പോളിംഗ് ശതമാനത്തിലേക്ക് എത്തുന്നത്. അതിൽ അല്ലാതെ സെപ്പറേറ്റ് ജാതി തിരിച്ചുള്ള കണക്കുകൾ മാത്രമാണ്. അതിലും ഈ പറഞ്ഞ ഈഴ വോട്ടുകളിൽ UDF-ന് മേൽക്കൈ ഉണ്ടാകുന്നുണ്ട്. നായർ വോട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ SC ഈ പറയുന്ന പട്ടികവർഗ വോട്ടുകൾ മാത്രമാണ് UDF-ന് ഒരു ഗണ്യമായ കുറവ്. അങ്ങനെ എല്ലാ സെഗ്മെന്റുകളും എല്ലാ കമ്മ്യൂണിറ്റി സെഗ്മെന്റുകളിലും കൃത്യമായ മേധാവിത്വം നേടിക്കൊണ്ടാണ് UDF അധികാരത്തിലേക്ക് അധികാരത്തിലേക്ക് എത്തുക. നേരത്തെ ഈ പറഞ്ഞ കനകോലൂർ റിപ്പോർട്ട് കൊടുത്തായിരുന്നു. ആ കനകോലൂർ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് 74 മുതൽ 82 സീറ്റ് വരെയാണ്. പക്ഷെ അതിൽ കോങ്ങാടും കൊടുങ്ങല്ലൂരും കായംകുളവും പേരാമ്പ്രയും ഒക്കെ ഉള്ള സീറ്റാണ്. അപ്പോൾ അതെങ്ങനെ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന ആക്സിസ് ഇന്ത്യ പറയുന്ന പോലെ ഈ 85-90 എത്തുകയാണെങ്കിൽ പല കുത്തക സീറ്റുകളും അട്ടിമറിക്കപ്പെടും, പല കോട്ടകളും പൊളിയും എന്ന് തന്നെയാണ് അർത്ഥം. അതിന് നമുക്ക് മെയ് 4 വരെ എന്തായാലും കാത്തിരിക്കാം. ഇതുവരെ വന്ന എല്ലാ സർവേ ഫലങ്ങളും നോക്കിയാലും കൃത്യമായി UDF-ന് വ്യക്തമായ ഒരു മേൽക്കൈ, ഒരു മേധാവിത്വം അല്ലേ? അതെ ആഷ്മി, എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഇപ്പോൾ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉള്ളത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ BJP-യുടെ വലിയ മുന്നേറ്റം, അവരുടെ ഒരു അട്ടിമറി ജയം പ്രവചിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും. പക്ഷേ കേരളത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ പല തരത്തിലുമുള്ള അന്വേഷണങ്ങളും പരിശോധനകളിലും ഒക്കെ വരുന്നത് പോലെ തന്നെ UDF-ന്റെ ഒരു മേൽക്കൈയാണ് കാണിക്കുന്നത്. പക്ഷെ അത് ഒരു വലിയ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു ക്ലീൻ സ്വീപ്പായിട്ട് അത് മാറുമോ എന്ന കാര്യം നമുക്ക് ഉറപ്പില്ല. പിന്നെ നമ്മുടെ ആകാംക്ഷയുള്ളത് NDA-ക്ക് എത്ര സീറ്റ് കിട്ടുമെന്നുള്ളതാണ്. അത് 0 മുതൽ 3, 4 എന്നൊക്കെയുള്ള കണക്ക് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സീറ്റുകളായിരിക്കും, പ്രത്യേകിച്ച് ഇപ്പൊ നേമം പോലെ ടൈറ്റ് ഫൈറ്റിൽ നിൽക്കുന്ന മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ കഴക്കൂട്ടം പോലെ ശബരിമല സ്വർണ്ണക്കുള്ളിയൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കും എന്ന് കരുതുന്ന മണ്ഡലങ്ങൾ, പിന്നെ പാലക്കാട് പോലെ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം സീറ്റ് കൊണ്ടുവരുമെന്നൊക്കെയുള്ള BJP-യുടെ കണക്കൂട്ടൽ ശരിയാകുമോ, പിന്നെ കാഞ്ഞങ്ങാട്ട് K. സുരേന്ദ്രനെ തുണയ്ക്കുന്ന മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രനെ തുണയ്ക്കുന്ന രീതിയിലേക്ക് ഫലം മാറുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ കാണുന്നത് മധ്യ കേരളത്തിൽ ഇടതുമുന്നണിക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഡിപ്പാണ്. അതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറാൻ സാധ്യതയുള്ളത് ശബരിമല സ്വർണ്ണക്കുള്ള എന്നതാണ്. വടക്കൻ കേരളത്തിൽ സ്വാഭാവികമായും ഈ മുസ്ലിം വോട്ടുകൾ, അത് ന്യൂനപക്ഷ വോട്ടുകൾ, അതിന് ഇടതുമുന്നണിക്ക് എതിർചേരിയിലേക്ക് പോയിരിക്കുന്നു എന്നായിരിക്കും നമ്മൾ വിലയിരുത്തേണ്ടി വരിക. പിന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാകുന്ന മേഖലകളിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക ഇടതുമുന്നണിക്കുണ്ടായിരുന്നു. അത് ഏതാണ്ട് അതുപോലെ തന്നെ സംഭവിക്കുന്നു എന്ന് കരുതണം ഈ ഫലങ്ങളാണ് വരാനിരിക്കുന്നതെങ്കിൽ. അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ ആലോചനകളിലേക്ക് ഇടതുമുന്നണി കടക്കേണ്ടി ഇന്ത്യയുടെ എക്സിറ്റ് പോൾ പ്രകാരം അത്ര വലിയ തിരിച്ചടി മധ്യ കേരളത്തിൽ അവർക്ക് ഉണ്ടാകുന്നില്ല. നമുക്ക് നോക്കിയാൽ വടക്കൻ കേരളത്തിൽ 48 സീറ്റുകളാണ് കാസർഗോഡ്, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലായുള്ള, പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളായുള്ളത്. അവിടെ 16 മുതൽ 20 സീറ്റുകൾ വരെയാണ് LDF-ന് ലഭിക്കുമെന്ന് പറയുന്നത്. പക്ഷേ 28 മുതൽ 32 സീറ്റുകൾ വരെ, അതായത് വടക്കൻ കേരളത്തിൽ ഏതാണ്ട് വ്യക്തമായ മേൽക്കൈ UDF നേടും എന്നാണ് പറയുന്നത്. 0 മുതൽ 1 സീറ്റ് വരെയാണ് വടക്കൻ കേരളത്തിൽ NDA-ക്ക് പ്രവചിക്കുന്നത്. അത് സ്വാഭാവികമായും മഞ്ചേശ്വരമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. മധ്യ കേരളത്തിലേക്ക് വന്നാൽ 53 സീറ്റുകളാണുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ തുടങ്ങിയ ഈ മധ്യ കേരളത്തിലെ ജില്ലകളിൽ 53 സീറ്റുകളാണ് ഉള്ളത്. അതിൽ 24 മുതൽ 28 സീറ്റ് വരെ LDF-ന് ലഭിക്കും എന്നാണ് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നത്. NDTV-യുടെ പ്രവചനമാണ്. NDTV വിവിധ സർവേകൾ ക്രോഡീകരിച്ചുകൊണ്ട് നടത്തുന്ന ആ പോൾ ഓഫ് പോൾസിന്റെ പ്രവചനം അങ്ങനെയാണ്. 16 മുതൽ 20 സീറ്റ് വരെ നേരത്തെ വടക്കൻ കേരളത്തിൽ UDF-ന് ലഭിക്കുമെങ്കിൽ മധ്യ കേരളത്തിൽ അത് 24 മുതൽ 28 സീറ്റുകൾ വരെ എന്ന് പ്രവചിക്കുന്നു. UDF-ന് വടക്കൻ കേരളത്തിൽ 28 മുതൽ 32 സീറ്റ് വരെയെങ്കിൽ മധ്യ കേരളത്തിൽ 25 മുതൽ 29 സീറ്റ് വരെ, അതായത് ഏതാണ്ട് ക്ലോസ് ഫൈറ്റ് എന്നുള്ള നിലയിലാണ് NDTV-യുടെ, അതായത് വിവിധ സർവേകൾ ക്രോഡീകരിച്ചിട്ടുള്ള NDTV-യുടെ ഫലം. 0 മുതൽ 1 സീറ്റ് വരെ NDA-ക്കും മധ്യ കേരളത്തിൽ NDTV പ്രവചിക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ 39 സീറ്റുകളാണ്. അവിടെ LDF-ന് പ്രവചിക്കുന്നത് 18 മുതൽ 20 സീറ്റുകൾ വരെയാണ്. അതേസമയം UDF-ന് 17 മുതൽ 19 സീറ്റുകൾ വരെ ഈ തെക്കൻ കേരളത്തിൽ പ്രവചിക്കുന്നുണ്ട്. അതായത് തെക്കൻ കേരളമാണ് LDF-നൊപ്പം നിൽക്കും എന്ന് കരുതിയത്. അവിടെ പക്ഷേ ഇപ്പൊ തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും LDF സീറ്റ് 23 സീറ്റ് LDF പിടിച്ചതാണ്. അവിടെയാണ് UDF തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ അവിടെ LDF-ഉം UDF-ഉം 27 സീറ്റ് LDF പിടിച്ചാണ് കഴിഞ്ഞ തവണ. 27 അതിലാണ് വലിയ പോരാട്ടമായിരിക്കുമെന്നാണ്
NDTVയുടെ പ്രവചനം 0 മുതൽ 2 സീറ്റ് വരെ തെക്കൻ കേരളത്തിൽ ഉറപ്പായും LDF ഇതിന്റെ സൂചനയൊക്കെ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്നില്ലേ, കൊല്ലം പോലെയുള്ള സ്ഥലങ്ങളിൽ കണ്ടതല്ലേ? ഞാൻ ഇതിന് ശേഷം നടക്കാൻ പോകുന്ന LDF-നകത്തെ പ്രധാനപ്പെട്ട ചർച്ച ഇപ്പൊ ഞാൻ പറഞ്ഞ ആക്സിസ് മൈൻഡിയുടെ ഈ പറയുന്ന മൈന്യൂട്ട് കണക്കുകൾ എനിക്ക് അവിശ്വസനീയമായി തോന്നുന്നു. കാര്യം എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ആക്സിസ് മൈൻഡിയുടെ ആ കണക്ക് ഇപ്പൊ കമ്മ്യൂണിറ്റി വൈസ് കണക്ക് എങ്ങനെയാണ് ഇത്ര ആക്യുറേറ്റ് ആയിട്ട് പറയാൻ കഴിയുക എന്നുള്ള എനിക്കറിയില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ കറക്കിക്കുത്താണോ എന്നറിയില്ല. ഇനി ആക്സിസ് മൈൻഡിയുടെ കണക്ക് യാഥാർത്ഥ്യമായി പൊരുത്തപ്പെട്ട് നിൽക്കുന്നതാണെങ്കിൽ 17% മുസ്ലിം വോട്ട് നഷ്ടമെന്ന് പറയുന്നത് LDF-ന് ആത്മഹത്യാപരമാണ്. ഈ പറയുന്ന 13% ക്രൈസ്തവ വോട്ട് നഷ്ടമെന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്. അതിലപ്പുറം ആത്മഹത്യാപരം എന്താണ്? എല്ലാ കാലത്തും LDF-ന്റെ കോർ വോട്ട് ബാങ്കിൽ നിൽക്കുന്ന ഈഴവ വോട്ടുകൾ ഇത്രയധികം ശ്രമങ്ങൾ നടത്തിയിട്ടും ഇത്രയധികം വെള്ളാപ്പള്ളിയെ ചേർത്ത് കെട്ടിപ്പിടിച്ച് നിർത്തിയിട്ടും ആ വോട്ടുകൾ LDF-ലേക്ക് വരുന്നില്ലെന്ന് മാത്രമല്ല വലിയ തോതിൽ അത് NDA-യിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു വരാത്തതുകൊണ്ട് ഇറിവേഴ്സിബിൾ ആയി പോയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് സംഭവിച്ചതാണ്. തദ്ദേശത്തിൽ ആ വോട്ട് ഒരു പരിധിവരെ തിരിച്ചു വന്ന വോട്ട് തിരികെ വീണ്ടും NDA-യിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് NDA-യുടെ വരുംകാലത്തെ ഒരു ഫിക്സഡ് വോട്ട് ബാങ്കായി പോകുന്നെങ്കിൽ അതിന്റെ ക്ഷീണം നഷ്ടമുണ്ടാകുന്നത് LDF-നാണ്. അത് ഗുരുതരമായ ചർച്ചകൾക്ക് അത് വഴി തർക്കം വേണ്ട. തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് വെള്ളാപ്പള്ളി ഉണ്ടായത്. വെള്ളാപ്പള്ളി എന്ന് പറയുന്ന നേതാവ് ഒരു ഇമ്പാക്റ്റും ഇല്ല എന്നത് കൂടിയുണ്ട്. വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തിയത് കൊണ്ട് മാത്രം ഈഴവ ബ്ലോക്കുകൾ എൻ ബ്ലോക്കായി എന്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈഴവ വോട്ടുകൾ ലക്ഷ്യം വെച്ചായിരുന്നില്ല യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് നിർത്തിയെന്നാണ് എന്റെ വിലയിരുത്തൽ. മറിച്ച് യഥാർത്ഥത്തിൽ ഒരു നായർ ഈഴവ ചർച്ച നടന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ നായർ ഈഴവ അതിലൂടെ ഒരു ഹിന്ദു വോട്ടുകളെ പൂർണ്ണമായി ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ട് ലക്ഷ്യം വെക്കുന്നതിനൊപ്പം തന്നെ ഈഴവ വോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയ്യപ്പ സംഗമത്തിൽ അതിന് ആത്യന്തികമായ ലക്ഷ്യം ഉണ്ടായിരുന്നു. ആത്യന്തികമായ ലക്ഷ്യം അത് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെയും ജീഫ് സുകുമാരനും ആ വേദിയിൽ നിർത്തുക എന്നുള്ളതായിരുന്നു. അത് സാധ്യമാക്കി. അത് അവർ തമ്മിലുള്ള ഐക്യമില്ലാതായി. പക്ഷെ എന്ന് പറഞ്ഞാൽ പോലും LDF-ന് പ്രധാന ഈഴവ വോട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതൃതലത്തിലുള്ളവരുടെ പിന്തുണ CPM-ന് ഉറപ്പാക്കാനായി. അണികൾ മൈൻഡ് ചെയ്തില്ല. സമദൂരം എന്നൊക്കെ പറയുമെങ്കിൽ പോലും വലിയ വിമർശനം സർക്കാരിനെതിരെ സ്വർണ്ണക്കൊള്ളയിലടക്കം ഉന്നയിക്കാതിരിക്കാൻ കഴിഞ്ഞു. വെള്ളാപ്പള്ളിയെയും കൂടെ നിർത്താൻ കഴിഞ്ഞു. പക്ഷെ അണികൾ, ആ സമുദായത്തിലെ അണികൾ പക്ഷേ ഈ നേതാക്കളുടെ ഇത്തരത്തിലുള്ള ഈ സമദൂരമോ അല്ലെങ്കിൽ LDF-നൊപ്പം ചേർന്ന് പോകുന്ന വെള്ളാപ്പള്ളിയുടെ സമീപനത്തെയോ അംഗീകരിച്ചില്ല എന്ന് വേണം നമ്മൾ ആക്സിസ് എന്ന് മാത്രമല്ല ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ തന്നെ മറ്റൊരു വിങ് BDJS ഇന്ത്യയോടൊപ്പം നിൽപ്പുണ്ട്. അപ്പൊ വെള്ളാപ്പള്ളി ഇവിടെ പിണറായിയുടെ ഒപ്പം ഇരുന്നു എന്ന് കരുതി BDJS പോകാതിരിക്കുന്ന വോട്ടുകൾ പോകാതിരിക്കും ഇല്ലല്ലോ. ആ വോട്ടുകൾ NDA-യിലേക്ക് പോയിട്ടുണ്ട്, കൃത്യമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും വലിയ ശതമാനത്തിന് വർധന ഉണ്ടാവുന്ന അവിടെ. ഈ സാമുദായിക ഘടകങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ പറയാമോ എന്നറിയില്ല. കാരണം വെച്ചാൽ തീയ ഈഴവ മഹാസംഗമം നടത്തിയിരുന്നു പണ്ട് വെള്ളാപ്പള്ളി, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? അങ്ങനെ ഒരു മഹാസംഗമം നടന്നു. അതിലൂടെ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ ഇവര് ഒരു വലിയ സ്വാധീന ശക്തിയായി ഈ ഘടകത്തെ മാറ്റുക എന്നുള്ളതായിരുന്നു. അവിടെ CPM ലക്ഷ്യമിട്ട് അത് തന്നെയാണ് അവരുടെ എല്ലാം വോട്ടുകൾ. കാരണം നേരത്തെ ആഷ്മി പറഞ്ഞ പോലെ CPM-ന്റെ വോട്ട് ബേസ് തന്നെയാണ് ഇവര്. അതിൽ ശോഷണം സംഭവിച്ചിരിക്കുന്നതാണ് ഇപ്പോഴത്തെ പുതിയ സി വോട്ടറിന്റെ മലബാറിൽ നിന്നുള്ള എക്സിറ്റ് പോൾ പ്രൊജക്ഷൻ വരുന്നുണ്ട്. അതിൽ LDF-ന് 11 മുതൽ 15 വരെ സീറ്റുകളാണ് സി വോട്ടർ പ്രവചിക്കുന്നത്. UDF-ന് 33 മുതൽ 37 സീറ്റുകൾ വരെയും NDA-ക്ക് ഒരു സീറ്റും സി വോട്ടർ പ്രവചിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഈ പറയുന്ന രീതിയിൽ ലീഗിന് 23 എന്ന് പറയുന്ന അവരുടെ ആ പ്രതീക്ഷയ്ക്കൊപ്പം ഉയരുന്നു. അവിടെ കോൺഗ്രസ് മെച്ചപ്പെടുത്തുന്നു. LDF മലബാറിൽ അങ്ങേയറ്റം ശോഷിക്കുന്നു എന്നുകൂടിയാണ് കണക്കിനർത്ഥം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.